ഈശംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷത്തിലെ 13-ാമത്തെ അധ്യായം, അതിൻ്റെ 44 മുതൽ 52 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. ഇന്ന് കൈത്താക്കാലത്തെ 4-ാമത്തെ ഞായറാഴ്ച. സ്വർഗരാജ്യത്തെ ഉപമകളിലൂടെ വിശദീകരിക്കുന്ന തമ്പുരാനെയാണ് 13-ാമത്തെ അധ്യായത്തിൽ നാം കാണുക. സ്വർഗരാജ്യം തൻ്റെ ശ്രോതാക്കൾക്ക് വേഗത്തിൽ മനസ്സിലാക്കാൻ പോരുന്ന സുന്ദരമായ മനോഹരമായ കവിതകളുടെ ഒരു ശേഖരമാണ് ഈശോയുടെ ശ്രേഷ്ഠശിഷ്യനായ മത്തായി തയ്യാറാക്കിയ ഈ സുവിശേഷത്തിലെ 13-ാമത്തെ അധ്യായം. ഒരു വേള ഈശോ തൻ്റെ ജീവിതത്തിൽ പരസ്യ ജീവിതകാലത്ത് പറഞ്ഞിട്ടുള്ള കഥകളെല്ലാം ചേർത്ത് വെച്ച് മത്തായി തൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന ഉപമകളുടെ ശേഖരമാണ് ഇത്. നമ്മളിന്ന് വായിച്ചു കേട്ട സുവിശേഷ ഭാഗം സ്വർഗരാജ്യത്തെ മനോഹരമായ കുറേ ഉദാഹരണങ്ങളിലൂടെ ഈശോ വെളിപ്പെടുത്തി നൽകുകയാണ്. ഏറ്റവും സുന്ദരമായ 2 പരാമർശങ്ങൾ നമ്മൾ ആദ്യമേ കാണുന്നുണ്ട്. അത് സ്വർഗരാജ്യം വിലയേറിയ ഒരു നിധി ഒളിഞ്ഞു കിടക്കുന്ന പറമ്പിന് സദൃശ്യമെന്നതാണ്. വിലയേറിയ നിധി ഒരു പറമ്പിലുണ്ട് എന്ന് അറിയുന്ന കച്ചവടക്കാരൻ അത് ചെറിയ പുരയിടമാണെങ്കിലും വലിയ വില ഡിമാൻഡ് ചെയ്യുന്ന പുരയിടമാണെങ്കിലും തനിക്കുള്ളതെല്ലാം വിറ്റ് അത് സ്വന്തമാക്കുമെന്നാണ് ഈശോ പറയുക. കാരണം ആ കച്ചവടക്കാരന് അല്ലെങ്കിൽ കൃഷിക്കാരന് അറിയാം, അതിനുള്ളിൽ വലിയ നിധികുംഭം ഒളിഞ്ഞു കിടപ്പുണ്ട്. ഈ നിധിയുടെ ശേഖരം തൻ്റെ കൈകളിലേക്ക് വരുമ്പോൾ അതിനു വേണ്ടിയിട്ട് താൻ വ്യയം ചെയ്യുന്നതെല്ലാം ഉപരി ഗുണമായി തീരുമെന്നുള്ള തിരിച്ചറിവ് ആ കർഷകനെ എന്തും വിറ്റ് അത് വാങ്ങാൻ പ്രേരിപ്പിക്കുകയാണ്. ഈശോ പറഞ്ഞു വെച്ചു, സ്വർഗരാജ്യമാണ് ഈ ലോകത്തിലെ ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ നിധി. അത് സ്വന്തമാക്കാൻ തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് ഈശോ പലവട്ടം പലവരും നമ്മളോട് സൂചിപ്പിച്ചിട്ടുണ്ട്. സ്വർഗരാജ്യത്തെ പ്രതി സമ്പത്തും കുടുംബവും ജീവിത പങ്കാളിയെയും മക്കളെയും മാതാപിതാക്കളെയും ഒക്കെ ഉപേക്ഷിക്കുമ്പോഴാണ് ഒരുവൻ സ്വർഗരാജ്യത്തിൻ്റെ ഉടമയായി തീരുക എന്ന് ഈശോ പറഞ്ഞു വെച്ചു. ലൂക്കാ സുവിശേഷം 19-ാമത്തെ അധ്യായം നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുന്ന സക്കേവൂസിൻ്റെ കഥയുണ്ടല്ലോ, ജീവിതാനുഭവം. ആ സക്കേവൂസ് എന്താ ചെയ്തതെന്ന് നമുക്കറിയാം. സക്കേവൂസ് സ്വത്തിൻ്റെ പകുതി ദരിദ്രർക്ക് കൊടുക്കാൻ തയ്യാറാകുന്നു. ബാക്കിയുള്ള പകുതി കൊണ്ട് അവൻ പറഞ്ഞു വെച്ചത് വഞ്ചിച്ചെടുത്തതൊക്കെ 4 ഇരട്ടി തിരികെ കൊടുക്കുമെന്നാണ്. കണക്കുകൾ കൃത്യമായി പരിശോധിക്കുമ്പോൾ 1 രൂപയുടെ 4 ഇരട്ടി എന്ന് പറഞ്ഞാൽ 16 രൂപയാണ്. വഞ്ചിച്ചെടുത്തതൊക്കെ 4 ഇരട്ടി തിരിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞാൽ താൻ ആരോടെങ്കിലും കബളിപ്പിച്ച് പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ 1 രൂപയ്ക്ക് 11 രൂപ വെച്ച് തിരിച്ചു കൊടുക്കുമെന്നാണ്. അക്ഷരാർത്ഥത്തിൽ ആ മനുഷ്യൻ തൻ്റെ സമ്പത്ത് മുഴുവൻ തീർന്ന് ലോണെടുത്ത് കടം മേടിച്ചു മുടിഞ്ഞ് എല്ലാം വിറ്റ് കടത്തിണ്ണയിൽ പോയി കിടക്കേണ്ട ഗതികേടുകാരനായിട്ടുണ്ടാകും. ഈ സക്കേവൂസിനെ നമ്മൾ തിരിച്ചറിയേണ്ടത് ഈ തിരുവചനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. വിലയേറിയ നിധി അത് സ്വർഗരാജ്യമാണ് എന്ന്, ക്രിസ്തുവാണ് എന്ന് തിരിച്ചറിയുന്ന സക്കേവൂസാണ് അവിടെ ഈ വലിയ വിട്ടുകൊടുക്കലിന് തയ്യാറാകുന്നത്, പരിത്യാഗത്തിന് തയ്യാറാകുന്നത്. ഒരു ക്രിസ്ത്യാനി
സ്വർഗത്തെ ലക്ഷ്യമാക്കി, ദൈവരാജ്യത്തെ ലക്ഷ്യമാക്കി, ദൈവപുത്രൻ്റെ വഴികളിലൂടെ നടക്കുന്നവനാണ് എങ്കിൽ ഈ ലോകത്തിൻ്റെ പിടിവള്ളികൾ അവന് സ്വർഗരാജ്യത്തേക്കുള്ള യാത്രയിൽ തടസ്സമാകില്ല. സമ്പത്തിൽ കുരുങ്ങിക്കിടക്കുന്ന, ബന്ധങ്ങളിൽ കുരുങ്ങിക്കിടക്കുന്ന, ഈ ലോകത്തിൻ്റെ സുഖസൗകര്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒന്നായിട്ട് സ്വർഗരാജ്യം തീരില്ല. അതിനെ സ്വന്തമാക്കാൻ തമ്പുരാൻ ആവശ്യപ്പെടുന്നതെല്ലാം ഉപേക്ഷിക്കാനുള്ളൊരു മനസ്സ് സ്വന്തമാക്കും അവൻ. ഇത് നമ്മുടെ ഹൃദയത്തിലേക്ക് തരുന്ന ചിന്ത ഏറെ മൂല്യമുള്ളതാണ്. തുടർന്ന് നമ്മൾ കാണുന്നത് വിലയേറിയ ഒരു രത്നത്തെക്കുറിച്ചുള്ള ചിന്തയാണ്. ഏതാണ്ട് ഒരേ ആശയമാണ് ഈശോ പങ്കുവയ്ക്കുക. നല്ല വിലപിടിപ്പുള്ള ഒരു രത്നം, അതിന് കോടികൾ വിലമതിക്കുമെന്ന് ഉറപ്പുള്ളപ്പോൾ അത് സ്വന്തമാക്കാൻ വേണ്ടി തൻ്റേതെല്ലാം വിറ്റുതുലയ്ക്കുന്ന ഒരു കച്ചവടക്കാരൻ. കർഷകനിൽ നിന്ന് കച്ചവടക്കാരനിലേക്കുള്ള ഒരു മാറ്റം. ഇവിടെയും ഉറപ്പാണ്, എന്തും നഷ്ടപ്പെടുത്താൻ തയ്യാറാകുക, എല്ലാം ഉച്ഛിഷ്ടം പോലെ വെറുത്തുപേക്ഷിക്കാൻ തയ്യാറാവുക. എൻ്റെ തമ്പുരാനെ സ്വന്തമാക്കാൻ വേണ്ടി ആപത്തോ നഗ്നതയോ വാളോ ദുഷ്ടതയോ കൊടിയ തന്ത്രങ്ങളോ എന്തും വന്നോട്ടെ, എന്തു വന്നാലും എനിക്കെൻ്റെ തമ്പുരാൻ മതി എന്ന ചിന്ത, അതാണ് പൗലോസ്ലീഹായെ നയിച്ച ചിന്തയെങ്കിൽ നമ്മുടെ ഹൃദയത്തിലും ആ ചിന്ത രൂപീകരിക്കപ്പെടണം. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനെ സ്വന്തമാക്കാൻ, ദൈവരാജ്യത്തെ സ്വന്തമാക്കാൻ, വിലപിടിപ്പുള്ള നിധി സ്വന്തമാക്കാൻ, എന്തും കൊടുക്കാൻ, എന്തും ത്യജിക്കാൻ, എന്തും വിൽക്കാൻ, എന്തും ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നൊരു മനസ്സ് നമുക്കുണ്ടാകണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. തുടർന്ന് ഈശോ പറഞ്ഞു വെക്കുന്നത് അന്ത്യവിധിയുടെ ചിത്രമൊക്കെയാണ്. കടൽ തീരത്ത് വലയിൽ പിടിക്കപ്പെടുന്ന മത്സ്യങ്ങളിൽ നല്ലതിനെ പാത്രത്തിൽ ശേഖരിച്ച് ചീത്ത മത്സ്യങ്ങളെയൊക്കെ വലിച്ചെറിയുന്ന ഒരു മുക്കുവൻ്റെ കഥ. സ്വർഗരാജ്യം എല്ലാം കൂടെ കെട്ടിപ്പിറക്കി കൊണ്ടുപോകലല്ല, നന്മയുടെ കേദാരഭൂമിയാണ് സ്വർഗം. അവിടെ തിന്മയ്ക്ക് പ്രസക്തിയില്ല. എന്നിലുള്ള പാപമേഖലകളെല്ലാം പൂർണ്ണമായിട്ട് വെറുത്ത് ഉപേക്ഷിക്കണം. എൻ്റെ ദൈവരാജ്യത്തിന് നിരക്കാത്ത, സ്വർഗത്തിന് പറ്റാത്ത പാപമേഖലകളെല്ലാം ഉപേക്ഷിച്ചെങ്കിലേ ആ സ്വർഗരാജ്യം സ്വന്തമാക്കാനാകൂ എന്ന തിരിച്ചറിവ് തിരുവചനം നമുക്ക് നൽകുന്നുണ്ട്. യുഗാന്ത്യത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ വലിയ വിധിവാചകത്തിൻ്റെ നിമിഷം, വിധികൽപ്പനയുടെ നിമിഷം, അവൻ്റെ വലതുഭാഗത്ത് അവനോട് ചേർന്നിരിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണമെങ്കിൽ അന്ത്യവിനാഴികയിലെ വാനദൂതന്മാർ കടന്നു വന്ന് ദുഷ്ടരെയും ശിഷ്ടരെയും രണ്ടായി വേർതിരിക്കുന്നത് പോലെ എന്നെയും വേർതിരിച്ചു മാറ്റി നിർത്തിയിട്ട് എനിക്കായി സ്വർഗം തരുന്നൊരു തമ്പുരാനെക്കുറിച്ചുള്ള സുന്ദരമായ സ്വപ്നം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ തിരുവചനമൊക്കെ നമ്മുടെ മുമ്പിൽ ഉയർത്തുന്നത് വെല്ലുവിളികളാണ്. സ്വർഗരാജ്യം ബലവശ്യമാണ് എന്ന ചിന്തയാണ്. ഓടിച്ചെല്ലുന്നവർക്കും മാമോദീസാവെല്ലാം തലയിൽ വീണു എന്നതിൻ്റെ പുണ്യം കൊണ്ട് മാത്രം ക്രിസ്ത്യാനി എന്ന് പറഞ്ഞു നടക്കുന്നവർക്കുമുള്ളതല്ല സ്വർഗരാജ്യമെന്ന് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് തിരുവചനത്തിലൂടെ. നഷ്ടങ്ങൾ സഹിക്കാൻ, വെറുതുപേക്ഷിക്കാൻ, എല്ലാം കൊടുത്ത് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് മനസ്സ് കാണിക്കുന്ന കർഷകനെ പോലെ, കച്ചവടക്കാരനെ പോലെ, പാപത്തെയും അതിൻ്റെ ആഡംബരങ്ങളെയും വെറുത്തുപേക്ഷിച്ച് ദൈവരാജ്യത്തിൻ്റെ വഴികളിലൂടെ നന്മ മരങ്ങളായിട്ട് മാറാൻ ഓർമ്മിപ്പിക്കുന്ന തമ്പുരാൻ്റെ വചനം മുക്കുവന്മാർ വലയിൽ പിടിച്ച ചീത്ത മത്സ്യങ്ങളിൽ വെറുത്തുപേക്ഷിച്ച് കളയുന്നത് പോലെ, അതെത്ര വലുതാണെങ്കിലും കാഴ്ചയ്ക്ക് എത്ര സുന്ദരമാണെങ്കിലും അത് കഴിക്കാൻ കൊള്ളാത്തതാണെന്ന് തിരിച്ചറിയുന്നത് കൊണ്ടാണ് അവൻ വലിച്ചെറിയുന്നത്. നല്ല മത്സ്യങ്ങൾ ശേഖരിച്ച് അത് സ്വർഗരാജ്യത്തേക്ക് എടുത്തുകൊണ്ടു പോകണം. നമുക്ക് കരണീയമാണ്. അന്ത്യവിധി നാളിൽ എന്നെയും നിങ്ങളെയും വിധിക്കുവാൻ വാനമേഘങ്ങളിൽ അവൻ എഴുന്നള്ളി വരുമ്പോൾ
അവൻ്റെ വലതുഭാഗത്ത് നമുക്കുണ്ടാകേണ്ട പ്രിയപ്പെട്ടവരെ. അവൻ്റെ ദൂതന്മാർ ദുഷ്ടരെയും ശിഷ്ടരെയും വേർതിരിക്കുമ്പോൾ ഞാൻ വലതുവശത്ത് ചെമ്മരിയാടുകളോടൊത്ത് ദൈവരാജ്യത്തിൻ്റെ വിരുന്നിനിരിക്കുന്നവനായി മാറാൻ, കോലാടുകളുടെ ഗണത്തിൽപ്പെട്ട് തള്ളപ്പെടുന്നവനായി, ഉപേക്ഷിക്കപ്പെടുന്നവനായി, മാറ്റി നിർത്തപ്പെടുന്നവനായി, ശിക്ഷിക്കപ്പെടുന്നവനായി മാറാതെ നന്മയുള്ള അനുഗ്രഹമുള്ള സ്വർഗരാജ്യത്തിൻ്റെ വക്താവായി തീരാൻ, സ്വർഗരാജ്യത്തിൻ്റെ സന്തോഷം പേറുന്നവനായി മാറാൻ, സ്വർഗം സ്വന്തമാക്കുന്നവനായി മാറാൻ, കാൽവരിയിലെ നല്ല കളനെക്കുറിച്ച് പറഞ്ഞതുപോലെ സ്വർഗം മോഷ്ടിക്കുന്ന കളരായി മാറാൻ നമുക്ക് ആഗ്രഹിക്കാം. ഈശോ നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും.